ഇച്ചിരിക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുവാണ്. കാരണം ഇന്ത്യയിൽ വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റിന് പരിചയപ്പെടുത്തുവാണ്. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ്, വലിയ റേറ്റ് ഒന്നും വരാതെ ഇതാണ്. ഈ ഒരു ഇതുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്ത്യയിൽ നല്ല ലുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇത് നമ്മുടെ ഡോറിന് മുകളിൽ വെക്കുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പം സീറ്റ് ബെൽറ്റ് ഇതിലേക്കൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാറ് ഫിക്സ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, നമ്മളിത് ഇവിടെയാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും. ഇത് ഈ ഒരു ഓൾട്ടോയ്ക്ക് മാത്രമല്ല നമുക്ക് ഫിക്സ് ആകുന്നത്, ഓൾട്ടോയുടെ പുതിയ കയറ്റം സീരീസുകൾക്ക് എല്ലാം ഫിക്സ് ആകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ലോക്ക് വന്നേക്കുന്നത്. ഇത് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് ഊരി വരും. എന്നിട്ട് വേണം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ. നമുക്ക് ആദ്യം ഇവിടുത്തെ സീറ്റ് ബെൽറ്റ് ആയിരിക്കണം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ശക്തിയായിട്ട് പൊക്കി കൊടുത്താൽ ആ ഒരു നട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 14-ന്റെ ഒരു നെറ്റാണ് വരുന്നത്, ഒരു ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ 14-ന്റെ സ്പാനർ വെച്ചിട്ട് അഴിച്ചെടുക്കണം ആദ്യം തന്നെ. നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, ഒരു വാഷർ ലോക്ക് വരുന്നുണ്ട്. ഇത് താഴോട്ട് വരികേണ്ട ഒരു വാഷർ ലോക്കാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഇത് ഫിക്സ് ചെയ്യാം. ഇനി ഈ ഒരു റബ്ബർ ആ ഒരു ബീഡിങ് ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കണം, എന്നാലേ ഉള്ളത് കറക്റ്റ് ഫിക്സ് ആകത്തുള്ളൂ. നമുക്ക് 2 ഡോറും തുറന്നിട്ട് ഈ ഒരു റബ്ബർ ബീഡിങ് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് പാനൽ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ആ ഒരു ഭാഗം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഹോൾ കറക്റ്റായ രീതിയിലേക്ക് വെച്ചിട്ട് നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഈ റബ്ബർ ബീഡിങ് അടിച്ച് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്ക്. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു എടുത്ത ബോൾട്ട് തിരിച്ച് വെച്ചാൽ മാത്രം മതി. ഈ റബ്ബർ ബീഡിങ് ഫിക്സ് ആയതുകൊണ്ട് ഇനി ഇവിടുത്തെ ഈ ഒരു ലോക്ക് കൂടെ തിരിച്ച് കുറച്ചൊന്ന് അകത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബോൾട്ട് നമ്മൾ നേരത്തെ സീറ്റ് ബെൽറ്റിൻ്റെ വേണ്ടി സീറ്റ് ബെൽറ്റ് ഊരാൻ വേണ്ടി അഴിച്ചെടുത്ത ആ ഒരു ബോൾട്ട് തിരിച്ചിട്ടാൽ മാത്രം മതി. അത്ര ഇനി വർക്ക് ഉള്ളൂ. തിരിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് സെറ്റ് ചെയ്താണ്ട് ഈ സൈഡ് പാനൽ ആദ്യം അഴിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഈ ഒരു പാനലോട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അവിടെ നമ്മൾ മറ്റേ പോലെ തന്നെ ആ സെയിം രീതിയിൽ തന്നെ ഇതുകൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ 2 സൈഡിലും മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാനലുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഒരു മെറ്റലിൻ്റെ പോർഷൻസ് ഒന്നും വിസിബിൾ അല്ല. ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ആ ഒരു സൈഡ് പാനലിലെല്ലാം കവേർഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, അത് ഈ ഒരു വാഹനങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഓൾട്ടോ 2004 വണ്ടിയാണ്. അപ്പോൾ ഇതിൽ മാത്രമല്ല, ഓൾട്ടോയുടെ പുതിയ K10 ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനിലും അല്ല ഇത് സ്യൂട്ടാവും.
അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.